പക്ഷെ ഡിസ്ക് എന്ന് പറയുന്ന സാധനം തെറ്റുന്ന സാധനമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്ന വേർഡിനകത്താണ് ഈ മിസ്നോമർ കയറി വന്നിരിക്കുന്നത്. ഈ ജെല്ല് സ്ക്യൂസ് ഔട്ട് ചെയ്ത് വെളിയിൽ വരുന്നതിനെയാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. വളരെ മോശമായുള്ള പോസ്റ്ററാണ്, കിടക്കുന്ന പോസ്റ്റർ മോശമായുള്ള പോസ്റ്ററാണ്. നമ്മൾ എങ്ങനെ നടുവിനെ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കാൻ തരത്തിൽ നമ്മുടെ നടുവിൻ്റെ മസിൽസിന് പ്രാപ്തി ഉണ്ടോ? അപ്പോൾ ആ പെരുപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ചിലപ്പോൾ നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് പോകാം. പെരുപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് പോകാം. 14-15 വയസ്സുള്ള കുട്ടികളിൽ ഡിസ്കിൻ്റെ സർജറി ഇപ്പോൾ നടക്കുന്നുണ്ട് സർ. കൂടുതൽ മൂവ്മെന്റ്സ് വരുന്നത് C4-5, C5-6, C6-7 ലെവലുകളിലാണ്, താഴത്തെ ലെവലുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് 2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റിന് മേളിൽ ഒരാൾ ഒരു കസേരയിൽ ഒരു പോസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറേ സിംറ്റംസ് ഉണ്ട്. കഴുത്ത് വേദനയുണ്ട്, ബിക്കോസ് IT-ലായിരിക്കും, കമ്പ്യൂട്ടറിലായിരിക്കും, തിരിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ വേദനയുണ്ട്, ബാക്ക് പെയിനും ഒക്കെ ഉണ്ട്. 20-30 ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്ക് രോഗികളെ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഡിസ്ക് സർജറീസ് ആകുന്ന ആൾക്കാർക്ക് ലെസ് ദാൻ 20 ഇയേഴ്സും 20-30 ഇയേഴ്സ് ഇൻ ബിറ്റ്വീൻ ആണെന്ന് പറയുമ്പോൾ ലിസ്തസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഈ കസേരകൾ തമ്മിൽ ഒരു വിടൽ വരുന്നത്, അതിന് ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ബുദ്ധിമുട്ടുണ്ടാക്കാം. എല്ലാ ഫീൽഡ് ഓഫ് മെഡിസിൻസ്, ലെറ്റ് ഇറ്റ് ബി അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, ആയുർവേദം, ഫിസിയോതെറാപ്പി, എവറിത്തിങ് ഹാസ് വെരി ഗുഡ് ട്രീറ്റ്മെന്റ് ഫോർ ദിസ് ഡിസ്ക് ഇഷ്യൂസ്. യാഥാർത്ഥ്യം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കഴുത്തിന് വേദനയുണ്ട്, ഇതിൻ്റെ എക്സസൈസ് ഒന്ന് പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു. കൊയിലോൺ സ്കാൻസ് വെൽനസ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷേ ഈ വളരെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂവിനെ നമ്മൾ അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചിന്തിച്ച് ഡെയിലി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ധാരാളം പൈസ വേദന സംഹാരികൾക്കും അല്ലാത്ത ടെസ്റ്റുകൾക്കും ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആ അസുഖത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്, അത് ശരിക്കും ഒരു അസുഖമാണോ അതോ ഒരു സിംറ്റമാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഇന്ന് പോകുന്നത് ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ നൈജു അജ്മുദ്ദീനാണ്. വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലൂടെ ട്രാവൻകൂർ മെഡിസിറ്റിയിലെ ഓർത്തോപെഡിഷനാണ്. അതുകൂടാതെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നൈജൂസ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ NHC കൊല്ലത്ത് തന്നെ ഉള്ളൊരു ഹോസ്പിറ്റലാണ്. അതൊരു ഹോസ്പിറ്റലാണ്, പക്ഷേ ഒരു ഓർത്തോപെഡിക് മാത്രമല്ല. അവിടെ ഒരു രോഗി വന്നാൽ ആ രോഗിയെ എല്ലാ രീതിയിലും അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന എല്ലാ ആസ്പെക്ട്സും ചേർത്തിണക്കിക്കൊണ്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിനോട് ചേർന്ന് വരത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷനായിട്ടാണ് അത് ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്യൂർലി ഒരു സർജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലല്ലാതെ ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഡിസ്ക് ഡിസീസ് എന്ന് പറഞ്ഞാൽ നടുവേദന ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. നടുവുണ്ടോ അയാൾ നടുവേദന ഉണ്ട്. അത് ഇപ്പോൾ ഒരുപക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ വരെ എനിക്ക് തോന്നുന്നത് ഡോക്ടറിൻ്റെ അടുത്തും പേരൻസ് ഉൾപ്പെടെ വന്ന് പറയുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം, നേരെ ഇരിക്കാൻ പറ്റുന്നില്ല, വേദന കാരണം ചരിഞ്ഞിരിക്കുന്നു, നടക്കുമ്പം തന്നെ ഇപ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനൊരു ചരിവോടുകൂടിയാണ് അവൻ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് ചെയ്ത് വരുന്നത്. ശരിക്കും എന്താണ് ഈ ഡിസ്ക് ഡിസീസ് അല്ലെങ്കിൽ ഡിസ്ക് പ്രോബ്ലം, അതെങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ബേസിക്കലി നമ്മൾ ആ പറഞ്ഞ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഡിസ്ക് ഡിസീസ്, ഡിസ്ക് രോഗം. അപ്പോൾ ശരിക്കും അതൊരു രോഗമാണോ എന്നുള്ളതാണ് നമ്മുടെ തർക്കവിഷയമായിട്ടിപ്പം നിൽക്കുന്നത്. നോട്ട് ഓൾ ദ ഡിസ്ക് പ്രോബ്ലംസ് ആർ എ ഡിസീസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡിസ്കിന് തന്നെ പല വകഭേദങ്ങളുണ്ട്, പല തരത്തിലുള്ള ഡിസ്ക് ഇഷ്യൂസ് ഉണ്ട്. അതിന് മുമ്പൊന്ന് ചോദിച്ചു, എന്താണ് ഈ ഡിസ്ക്? ഡിസ്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ എറിഞ്ഞു കളിക്കുന്ന ഒരു സാധനത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഡിസ്ക് എന്ന് പറഞ്ഞ പേര് വേണ്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിലുള്ളത് ആ കട്ടിയുള്ള എറിയുമ്പോൾ കറങ്ങിപ്പോകുന്ന റൗണ്ട് ഷേപ്പിൽ ഉള്ള ഒരു പ്രതലമായിട്ടാണ് നമ്മൾ ഈ ഡിസ്കിനെ പലപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അത്ര കട്ടിയുള്ള സാധനം, 2 കസേരകൾക്കിടയിൽ ഇതിരിക്കുന്നു. അപ്പോൾ 2 കസേരകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഇത് തെറ്റാലോ, 2 എല്ലുകൾക്കിടയിൽ ഇതിരിക്കുകയല്ലേ, അപ്പോൾ അത് തെറ്റി അങ്ങോട്ട് മാറും. നടുവിന്റെ എല്ലുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന കസേരകൾക്ക് ഇടയിൽ ഇരിക്കുകയാണ്. അപ്പോൾ പരസ്പരം എല്ലിന്റെ കസേരകളിൽ തട്ടാതിരിക്കാൻ ഇടയിൽ ഒരു ഡിസ്ക് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഡിസ്ക് തെറ്റാലോ, എല്ലുകൾക്കിടയിൽ ഇരിക്കല്ലേ, എന്നൊന്നും പിടിച്ചു വെക്കുന്നില്ല, അതുകൊണ്ട് അത് തെറ്റുന്ന ഡിസ്കിനെ നമ്മൾ പല രീതിയിലും പിടിച്ച് ഒക്കെ നേരെ ആക്കും. പല സ്ഥലങ്ങളിൽ പോയി നമ്മളത് പിടിച്ചിടും, വലിച്ചിടും. പക്ഷെ ഡിസ്ക് എന്ന് പറയുന്ന സാധനം തെറ്റുന്ന സാധനമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്ന വേർഡിനകത്താണ് ഈ മിസ്നോമർ കയറി വന്നിരിക്കുന്നത്. ഡിസ്ക് എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള ഒരു പുറം പ്രതലത്തിനുള്ളിൽ
ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരല്പം കട്ടിയുള്ള റബ്ബറൈസ്ഡ് ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. ഉദാഹരണം, നമ്മൾ സെൻറ്റർ ഫ്രഷ് എന്ന് പറയുന്ന ഒരു ചൂയിങ് ഗം കഴിക്കാറുണ്ട്. അതിൻ്റെ പുറം പ്രതലം ഒഴിച്ച് കട്ടിയുള്ളതും അകത്ത് നല്ലൊരു ജെല്ലി ഫോമാണ്. അതുമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ. ഓക്കെ. പക്ഷേ ഇതിൻ്റെ പുറം പ്രതലം എന്ന് പറയുന്ന വളരെ കട്ടിയുള്ള ആൻഡ്ലസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ ഒരു ഫൈബർ തിക്കായിട്ടുള്ള ലിഗ്മെന്റും അതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, എന്നാൽ അത്ര ലിക്വിഡ് ആയിട്ടുള്ള അല്ലാതെയും വെള്ളാംശം കൂടുതലുമുള്ളതായിട്ടുള്ള ഒരു ജെല്ലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിസ്ക് എന്ന് പറയുന്നത് ശരിക്കും ഈ ജെല്ലാണ്. അതിനെ പുറമേ പൊതിഞ്ഞു വെച്ചേക്കുന്നത് ആൻഡ്ലസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഡിസ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സറൗണ്ടിങ് ടിഷ്യൂ ആണ്. നമുക്ക് ഈ കസേരകൾ നിരന്തരം മർദ്ദത്തിലാണ്. നമ്മൾ ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും കസേരകൾക്ക് മേളിൽ ഏറ്റവും മൂവ്മെന്റ്സ് ഉള്ള കസേരകൾ ഉള്ളത് കഴുത്തിനും നടുഭാഗത്തും. മുതുവിന്റെ കസേരകൾക്ക് അത്രയും മൂവ്മെന്റ്സ് ഇല്ല. അപ്പോൾ ഏറ്റവും മൂവ്മെന്റ്സ് ഉള്ള കസേരകൾക്കിടയിലുള്ള ഡിസ്കിന് കൂടുതൽ മർദ്ദം വരും. മർദ്ദം വരുമ്പോൾ ഈ കട്ടിയായിട്ട് നിൽക്കുന്ന ആൻഡ്ലസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ പ്രതലം പൊട്ടി വീണ്ടും അതിൽ മർദ്ദം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജെല്ല് സ്ക്യൂസ് ഔട്ട് ചെയ്ത് വെളിയെ വരുന്നതിനെയാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. സെന്ററിലുള്ള ഈ സാധനം ഫ്ലൂയിഡ് ആ പ്രതലം പൊട്ടുകയെന്ന് വിചാരിക്കുക, ഒരു വിള്ളൽ വീഴാന്ന് വിചാരിക്കുക. വിള്ളൽ വീണ് അതിൻ്റെ ഇടയിൽ വീണ്ടും മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് എ പ്രഷർ ദെയർ. ഈ സ്ക്യൂസ് ചെയ്ത് ഈ ജെല്ലിനെ ഈ വിള്ളലിലൂടെ വെളിയിലോട്ട് ഒഴുക്കിക്കൊണ്ടുവരും. ആ ഒഴുക്കി വരുന്ന ജെല്ല് നമ്മുടെ നാഡീഞരമ്പിൻ്റെ ശിഖരങ്ങളായി പോകുന്ന ഞരമ്പ് ശിഖരങ്ങളെ തട്ടുമ്പോഴാണ് വേദന. ഈ വേദന വരുന്നതെന്ന് പറഞ്ഞാൽ ഞരമ്പിലേക്കുള്ള വേദന വരുന്നത്. ഈ പ്രതലം പൊട്ടുമ്പോൾ തന്നെ നമുക്ക് നടുവേദന ഫീൽ ചെയ്യുന്നു. അതാണ് നമ്മൾ ഇനിഷ്യൽ നടുവേദന എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇറ്റ്സ് എ ഷോക്ക് അബ്സോർബർ. ഈ രണ്ട് കസേരകൾക്കിടയിൽ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് വെച്ചിരിക്കുകയാണ്. കട്ടിയുള്ള രണ്ട് സാധനത്തിന് ഇടയ്ക്ക് ഒരു റബ്ബർ പോലൊരു, അതില്ലെങ്കിൽ എന്താണ്, എല്ലുകൾ പരസ്പരം ഒരേയില്ലേ, ഇടിക്കും. സോ അതിനു വേണ്ടി ദൈവം നിർമ്മിച്ചിരിക്കുന്ന സാധനമാണ്. അതും തെറ്റിപ്പോകുന്ന സാധനങ്ങളൊന്നുമില്ല, വളരെ ശക്തമായ ലെവലിലാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ബയോമെക്കാനിക്സ് ആണ്. ഈ ശരീരം എന്ന് പറയുന്നത് ഈ നട്ടലിനെ കംപ്ലീറ്റ് സംവിധാനിച്ച് അതിന് ചുറ്റും മസിൽ പേശികളെ വെച്ച് കൊടുക്കുമ്പോൾ ഈ മസിൽ പേശികളുടെ സ്ട്രെങ്ത് ആണ് നിങ്ങൾ പരസ്പരം ഈ കസേരകൾക്കിടയിൽ കൊടുക്കുന്ന മർദ്ദത്തിനെ നിശ്ചയിക്കുന്നത്. ഇറ്റ്സ് എ ബയോമെക്കാനിക്സ്. ആ അലൈൻമെന്റ് തെറ്റിയുള്ള മർദ്ദങ്ങൾ, അതായത് ഇപ്പം നമുക്ക് നടുവിൻ്റെ മസിൽസിന് ബലമില്ല, നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ വളരെ മോശമായുള്ള പോസ്റ്ററാണ്, കിടക്കുന്ന പോസ്റ്റർ മോശമായുള്ള പോസ്റ്ററാണ്, നമ്മൾ എങ്ങനെ നടുവിനെ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കാൻ തരത്തിൽ നമ്മുടെ നടുവിൻ്റെ മസിൽസിന് പ്രാപ്തി ഉണ്ടോ ഇല്ല എങ്കിൽ അത് ഈ കംപ്രഷനിലേക്ക് വരികയും പ്രഷർ കൊടുക്കുകയും ഇതിൻ്റെ ഔട്ടർ പ്രതലത്തിൽ പൊട്ടിച്ച് ഈ ഡിസ്കിനെ വെളിയിലോട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടുമ്പോൾ തന്നെ വേദന തുടങ്ങി. പിന്നെ ആ വേദനയുടെ മേളിലിട്ട് നമ്മൾ വീണ്ടും മർദ്ദം കൊടുത്ത് ഡിസ്ക് വെളിയിൽ വന്നു. അപ്പോൾ കൂടുതൽ വേദനയായി. അതൊരു ഞരമ്പിന്റെ ശിഖരത്തെ തട്ടുമ്പോൾ ഞരമ്പ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് വേദന വരുന്നു. അപ്പോൾ അത് അടുത്ത ന്യൂറോപ്പതിക് പെയിൻ ആയി. ആ കംപ്രഷൻ വീണ്ടും ആ ഞരമ്പിന്റെ മേളിൽ ഇരുന്നിരുന്ന് അത് പെരുപ്പായി മാറി അതിനുശേഷം വീക്ക്നെസ് ആയി മാറുമ്പോഴാണ് നമുക്ക് അവസ്ഥ മോശമാണ്. അപ്പോൾ ആ പെരുപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ചിലപ്പോൾ നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് പോകാം. പെരുപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് പോകാം. തളർച്ചയിലേക്ക് പോയാലും നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് പോകും. അപ്പോൾ സർജറി ഒരു ബാഡ് ട്രീറ്റ്മെന്റ് അല്ല, ബിക്കോസ് വി ആർ ഗോയിങ് ടു സേവ് ദ നർവ്. ആ ഞരമ്പിനെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. ഇന്റൻസിറ്റി അനുസരിച്ച്. ബട്ട് നമുക്ക് എത്രയോ മുന്നേ സൂചന തന്നു, ബോഡി സൂചന തന്നു. യു ഷുഡ് ഐഡന്റിഫൈ ദാറ്റ് പെയിൻ. അപ്പോൾ ദിസ് ഈസ് ഡിസ്ക് ഇൻ ഷോർട്ട്. ഡിസ്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ളൊരു ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിസമാണ് ഈ ഡിസ്ക് എന്ന് പറയുന്ന മെക്കാനിസം. സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ സെൻട്രൽ ഫ്രഷിന്റെ പൊട്ടി വെളി വരുന്ന ജെല്ലിനെ പോലെ നമുക്കതിനെ കഴുത്തിൻ്റെയും നെഞ്ചിന്റെ ബാക്കിലുള്ളതും താഴെയുള്ള എല്ലായിടത്തും ഡിസ്ക് ഉണ്ട് സാർ, എല്ലായിടത്തും ഡിസ്ക്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കഴുത്തിൻ്റെ 7 കസേരകൾക്കിടയിലുള്ള ഡിസ്കിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് വരുന്നത് C4-5, C5-6, C6-7 ലെവലുകളിലാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് മൂവ്മെന്റ്സ് വരുന്നത്. മേളത്തെ കസേരകൾക്ക് അത്രയും മൂവ്മെന്റ്സ് വരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ഡിസ്കുകൾ വളരെ ലേറ്റ് ആയിട്ടേ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുള്ളൂ. ഏറ്റവും ആദ്യമേ നമ്മൾ കഴുത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡിസ്ക് ഔട്ട് ചെയ്യുന്നത് ഇത് ഈ ലെവലിലായിരിക്കും. അതേപോലെ ലംബാറിൽ L5-S1, L4, L5 ഏറ്റവും താഴത്ത്. അവിടെയാണ് കൂടുതൽ ഈ ഡിസ്ക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത്. വെയിറ്റ് ബെയറിംഗും മൂവ്മെന്റ്സും അവിടെ കൂടുതലാണ് സാർ. അവിടുത്തെ സെഗ്മെന്റ്സ് വെർട്ടിബ്രയ്ക്കും മൂവ്മെന്റ്സ് കൂടുതലാണ്. നേരെ പറഞ്ഞ് മുതുവിന്റെ ഭാഗത്തൊന്നും അത്രയും മൂവ്മെന്റ്സ് നമുക്ക് വരുന്നില്ല. നമ്മൾ സ്റ്റിഫായിട്ട് ചിലപ്പോൾ നമ്മൾ കൂനി പോയാൽ മാത്രമേ ആ മർദ്ദം അവിടെ ഇരിക്കുമ്പോഴും ഏറ്റവും താഴത്തെ വെർട്ടിബ്രയിലാണ് കൂടുതൽ മർദ്ദം വരുന്നത്. കാരണം നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്.
നമ്മൾ നമ്മളുടെ ഇപ്പോൾ ഉള്ള ഏത് കസേര ഇരുന്നാലും നമുക്ക് വളഞ്ഞല്ലേ ഇരിക്കാൻ പറ്റുമോ? അതെ അതെ. അൺലെസ് അണ്ടിൽ വി കീപ് എ പ്രോപ്പർ ബാക്ക് സപ്പോർട്ട് വി ഓൾവേസ് ടെൻഡ് ടു കർവ് ഇറ്റ് ഔട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റിന് മേളിൽ ഒരാൾ ഒരു കസേരയിൽ ഒരു പോസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. You can't maintain. അപ്പോൾ അടുത്ത പൊസിഷൻ You will go to an S position, you will go to an east position. ആ ഈസ്റ്റ് പൊസിഷൻ ഒരു പക്ഷേ ഈ നട്ടലിന് മർദ്ദം കൊടുക്കുന്ന പൊസിഷൻ ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ അത് നിരന്തരമായി നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മർദ്ദം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അല്ലാതെ കിളക്കണമെന്നില്ല. കിളച്ച കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും സാർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നട്ടലിന്റെ ബയോമെക്കാനിക്സ്, ആ മസിലിന്റെ പ്രാപ്തിയാണ് ഈ ഡിസ്ക് എന്ന് പറഞ്ഞ പ്രശ്നത്തിന്റെ അളവിനെയും വ്യാപ്തിയും നിർണ്ണയിക്കുന്നത്. ഈ മസിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? എവിടെയാണ് ഈ മസിൽ പ്ലേ? ഇറ്റ്സ് എ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ. ഈ 2 കസേരകൾക്ക് 2 സൈഡിലും പാരാസ്പൈനൽ മസിൽസ് എന്ന് പറഞ്ഞാൽ മുതുകിന്റെ മസിൽ എന്ന് വിചാരിക്കുക. അറ്റ്ലീസ്റ്റ് ആ ഒരു സാധനം സ്ട്രോങ് ആയിട്ടിരുന്നാൽ ഇന്റേണൽ ഉള്ള കുറേ മസിൽസ് ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആവും. സോ വാട്ട് ക്യാൻ യു ഡു ടു മേക്ക് ഇറ്റ് സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ മസിൽസിനെ ബലപ്പെടുത്തുന്ന എക്സസൈസ് വേണം. ഏതെങ്കിലും എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ നടക്കാൻ പോകുന്നു, ഞാൻ ഡെയിലി ഓടുന്നു, ഞാൻ ഡെയിലി നടക്കുന്നു, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ അടുത്ത ദിവസം പോയി ജിമ്മിൽ പോയി വെയിറ്റ് പൊക്കി എടുക്കുന്നു, എനിക്ക് നടു പിടിച്ചു, അതുകൊണ്ടും കാര്യമില്ല. നടു പിടിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ട്രെയിനർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് അത് നടുവേനക്കാരനാണ് എങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിച്ചു കൂടാത്തതും ചെയ്യാവുന്നതുമായിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ ജിം പ്രൊസീജിയേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഹി ഈസ് എ ഗുഡ് ട്രെയിനർ. ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് ആയിരിക്കും. സ്ട്രെങ്തൻ ചെയ്താൽ നമ്മുടെ സ്പൈനിലോട്ടുള്ള വെയിറ്റ് അത് ബെയർ ചെയ്തോളും. സാർ ഇതൊരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ ഇപ്പം നമ്മൾ കുഞ്ഞുനാളിലെ കുട്ടികളടുത്ത് പറയുന്നു, നമ്മൾ പല ലൈഫ് സ്റ്റൈൽസ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. യു ബ്രഷ് യുവർ ടീത്ത് properly for a healthy teeth. You do toilet hygiene for have better toilet സമയത്ത് പോവുകയും ക്ലീൻ ആയിട്ട്. അങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നടുവിനെയും കരുത്തിനെയും മസിൽസിനെയും ബലപ്പെടുത്താൻ നമ്മൾ അവരെ ഡ്രിൽ ചെയ്യിപ്പിക്കണം. ഡ്രിൽ ചെയ്യിപ്പിച്ച് വന്നില്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ കണക്ക് 14-15 വയസ്സുള്ള കുട്ടികളിൽ ഡിസ്കിന്റെ സർജറി ഇപ്പോൾ നടക്കുന്നുണ്ട് സാർ. ഓടി കളിച്ച് നടക്കേണ്ട പ്രായത്തില്. അപ്പം പണ്ട് നമ്മൾ വയലിലും അല്ലെങ്കിൽ ചെറിയലും ഓടി കളിച്ചു കഴിയുന്ന ആ ഒരു ഗെയിം എപ്പിസോഡ്സോ അല്ലെങ്കിൽ ഗെയിം ഫീച്ചേഴ്സോ ഇന്നില്ലല്ലോ. ഇന്നിപ്പോൾ ഇരുന്ന് കളിക്കാവുന്ന ഗെയിംസ് അല്ലേ കൂടുതൽ. നാട്ടിലെ ചെറിയലൊക്കെ സ്വിം ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം ചെറിയ വേണ്ട, അറ്റ്ലീസ്റ്റ് ഒന്ന് ഇറങ്ങി ഓടി ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ വീക്ക്നെസ് വരികയും ഒരു ഡിസ്കിലേക്ക് 20-30 ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്ക് രോഗികളെ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഡിസ്ക് സർജറീസ് ആകുന്ന ആൾക്കാർക്ക് ലെസ് ദാൻ 20 ഇയേഴ്സും 20-30 ഇയേഴ്സ് ഇൻ ബിറ്റ്വീൻ ആണെന്ന് പറയുമ്പോൾ അതിന്റെ കാഠിന്യം എത്രയാണ് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ശസ്ത്രക്രിയ വിദ്യകളും മാറി. വളരെ എൻഡോസ്കോപ്പിക് സർജറിയിലൊക്കെ ഈ ഡിസ്ക് സർജറീസ് നമുക്ക് ചെയ്യാം. എന്നാൽ പോലും സർജറി ഈസ് നോട്ട് എ ബാഡ് ഓപ്ഷൻ, ബട്ട് ഫോർ പ്രൊട്ടക്ടിങ് ദ നെർവ് നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അതിലേക്ക് എത്തിപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബയോ സൈക്കോ സോഷ്യൽ എൻവയറമെൻറ്റ് ഈ പ്രശ്നത്തിനകത്തും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് കുറേ സിംറ്റംസ് ഉണ്ട്. കഴുത്ത് വേദനയുണ്ട്, ബിക്കോസ് IT-ലായിരിക്കും, കമ്പ്യൂട്ടറിലായിരിക്കും, തിരിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ വേദനയുണ്ട്, ബാക്ക് പെയിനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങ് തീരുമാനിച്ച എക്സസൈസ് തുടങ്ങുന്നത് ഡേഞ്ചറസ് ആണോ? ഡേഞ്ചറസ് തന്നെയാണ്. കാരണം അപ്പോഴും നമുക്ക് അറിയുന്നില്ലല്ലോ ഈ വേദന എന്തുകൊണ്ടുള്ളത്, എത്രമാത്രം ഡിസ്ക് പോയിട്ടുണ്ടോന്ന് നമുക്കറിയാം. അത് മാത്രമല്ല ഈ വേദന ഡിസ്കിന്റെ തന്നെ ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് ക്യാൻ ബി ആൻ ഇൻഫ്ലമേഷൻ, ഇൻഫെക്റ്റീവ് ഡിസ്ക് ഡിസീസ്, വേറെ ഫേസറ്റൽ ആർത്രോപ്പതി എന്ന കണ്ടീഷൻ ആവാം, ആർത്രൈറ്റിക് ചേഞ്ചസ് ആവാം, വിരളമായി അതുമൊക്കെ ഉണ്ട്. ഈ നടുവേദന കഴുത്ത് വേദന എന്ന് പറയുന്നത് ബ്രോഡർ ഇതിനകത്ത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ ഡിസ്ക് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതുള്ളവർ ഡോക്ടറുടെ അടുത്ത് പോയി ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എക്സസൈസിന് പോകുന്നു. എക്സാക്ട്ലി. പെയിൻ ഏതാണോ സാർ ആ പെയിൻ ഐഡന്റിഫൈ ചെയ്യാതെ സെൽഫ് ട്രീറ്റ്മെന്റും വേണ്ട, ഡോക്ടറിന്റെ അടുത്തുള്ള വി ഷുഡ് ഐഡന്റിഫൈ ദ പെയിൻ. ഒരുപക്ഷേ ആ ഡിസ്ക് കൂടുതൽ ഡാമേജ് ആവാനേ അത് ഇടയാക്കത്തുള്ളൂ. യൂഷ്വലി കാരണം നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യുന്ന എക്സസൈസ് ഒരു ലംബാർ ലെവൽ ഡിസ്ക് ബൾജിന് എക്സ്റ്റൻഷൻ മോഡ് എക്സസൈസ് ആണ് കൂടുതൽ നല്ലത്. ഒരു പക്ഷേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലെക്ഷൻ മോഡ് എക്സസൈസ് ആയിരിക്കാം. ലിസ്തസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഈ കസേരകൾ തമ്മിൽ ഒരു വിടൽ വരുന്ന അതിന് ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ബുദ്ധിമുട്ടുണ്ടാക്കാം. നമുക്ക് യു ഷുഡ് ഐഡന്റിഫൈ ദ തിങ്. സി സാർ, ഡിസ്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ഡിസ്ക് ബൾജസോ ഡിസ്ക് ഇറിറ്റേഷനോ ഇല്ലാത്ത ജനവിഭാഗം ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മൾ നട്ടൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ നട്ടലുള്ള ആൾക്കാരാണ്. സോ ഒബ്വിയസ്ലി ഡിസ്ക് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ 40 ഇയർ ആയിട്ടുള്ള ഒരാൾക്ക് എവിടെയെങ്കിലും ചെറുതായിട്ട് ഉണ്ടാവണം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായി മനസ്സിലാക്കുക. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഡിസ്റ്റർബിങ് യു, ഇഫ് ഇറ്റ് ഈസ് ഗിവിങ് യു എ ഹിന്റ്, പ്ലീസ് ഗോ ബിഹൈൻഡ് ദാറ്റ് ഹിന്റ് ആൻഡ് ഫൈൻഡ് ദ റിയൽ കോസ്. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ഒരു വലിയൊരു സർജറിയിലോട്ടോ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഡിസ്റ്റർബിങ്. ഒരു നടുവേനക്കാരൻ എങ്ങനെ നല്ല രീതിയിൽ ഇരുന്ന് പെർഫോം ചെയ്യും? ഒരു IT പ്രൊഫഷണലാണ്, അവന് പെർഫോം ചെയ്യാൻ പറ്റില്ല. കഴുത്ത് വേദനയാണ് പെർഫോം ചെയ്യാൻ. നമ്മളൊരു സർജനാണ്, നമുക്ക് നടുവേദന വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യും സർജറി? സോ ഇറ്റ്സ് എ ലൈഫ് ലിമിറ്റിംഗ് കണ്ടീഷൻ.
അതിന് നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് വേറെ എന്തൊരു അസുഖം വന്നാലും നമ്മൾ പെട്ടെന്ന് പാനിക്കായിട്ട് നമ്മൾ ചെന്ന് കൺസൾട്ടേഷൻസ് എടുക്കുന്ന ഒരു പ്രവണത ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. പക്ഷെ ഒരു വേദന, നടുവേദനയോ കഴുത്തുവേദനയോ വന്നാൽ ലെറ്റ് ഇറ്റ് ബി, നമുക്ക് ആദ്യമേ കുറച്ച് കൈ പരിപാടികൾ ചെയ്ത് നോക്കാം എന്നൊരു ധാരണയുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എല്ലാ ഫീൽഡ് ഓഫ് മെഡിസിൻസ്, ലെറ്റ് ഇറ്റ് ബി അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, ആയുർവേദം, ഫിസിയോതെറാപ്പി, എവറിത്തിങ് ഹാസ് വെരി ഗുഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദിസ് ഡിസ്ക് ഇഷ്യൂസ്. യാഥാർത്ഥ്യം. പക്ഷേ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് പ്ലേസ് കറക്റ്റ് എത്തിക്കൽ നോട്ടിൽ അത് ചെയ്ത് കിട്ടണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരുപാട് റീജനുവേഷൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, സുഖ ചികിത്സ അല്ലെങ്കിൽ ഒരുപാട് ഏരിയാസുണ്ട്. ഈവൻ ഫിസിയോതെറാപ്പി സെൻറ്റേഴ്സും ഒരുപാട് വന്നിട്ടുണ്ട്. ഒരു സയൻറ്റിഫിക്കലി ഒരു ഡയഗ്നോസിസ് ഇല്ലാതെ ചെയ്യുന്നത് ശരിയാണ്. സോ ദിസ് ബിസിനസ് ഈസ് ബൂമിങ് ബിക്കോസ് നമ്മളുടെ ജനവിഭാഗം നമ്മൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് ഇതെല്ലാം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് അവർക്കറിയാം വേദനയായിട്ട് ആൾ നമ്മുടെ അടുത്ത് എന്തായാലും വരും. ആ വേദനയിൽ ഇപ്പം ഒരു നടുവേദനക്കാരൻ്റെ ഒരു നോർമൽ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നടുവേദന വരുന്നു, അടുത്തുള്ള ഒരാളെ കാണുന്നു, അല്ലെങ്കിൽ എണ്ണയിടും, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, 2 ഡോക്ടേഴ്സിനെ ഒന്ന് കൺസൾട്ട് ചെയ്യും. 2 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവരൊരു അഭിപ്രായം അതിനകത്ത് പറയുന്നു, MRI സ്കാൻ ചെയ്യൂ, നിങ്ങൾക്കൊരു ഡിസീസ് ഉണ്ട്, യു ഹാവ് ഐഡൻറ്റിഫൈഡ് എ ഡയഗ്നോസിസ്. ദ പ്രോബ്ലം ഈസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുന്നത് പേഷ്യൻ്റാണ്. ഡയഗ്നോസിസ് ആയി കഴിഞ്ഞു, ഡിസ്ക് ആണ്, നമുക്കൊരു ചെറിയ ഫിസിയോതെറാപ്പി ചെയ്യാം, നമുക്കൊരു എക്സസൈസ് ചെയ്യാം, നമുക്ക് സ്വിമ്മിങ്ങിന് ചെയ്യാമെന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരുപാട് ഒപ്പീനിയൻസ് അവിടെ വരുന്നു. ആ ഒപ്പീനിയൻസിൻ്റെ പിറവിൽ അവരെ പോകുമ്പോഴാണ് ചിലപ്പോൾ ഇത് ക്രോണിസിറ്റിയിലേക്ക് പോകുന്നത്. സോ വെൻ യു ഹാവ് എ പ്രോബ്ലം ഡയഗ്നോസ്, ഐഡൻറ്റിഫൈഡ്, എത്തിക്കലി അതിനകത്ത് എന്ത് ചികിത്സയാണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. there are some people who is authorized to treat. അപ്പോൾ അത് ആയുർവേദമായാലും അലോപ്പതി ആയാലും they are authorized to treat. അക്യുപഞ്ചറും it's a good treatment. No treatment in this world is bad, sir. But correct indication should be correct, sir. Correct. എന്നാലേ അത് effective ആവും. We have introduced a decompression machine. ഡിസ്ക് ബൾജ് ഉള്ള ആൾക്കാർക്ക് ഡീകംപ്രഷൻ മെഷീൻ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഓൾ ദ ഡിസ്ക് പേഷ്യന്റ് ക്യാൻ ബി ബെനിഫിറ്റിംഗ് ഫ്രം ഡീകംപ്രഷൻ മെഷീൻ. ആ മെഷീനിൽ ചെയ്താൽ ഇൻഡിക്കേഷൻ കറക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മാത്രമേ അതൊരു ഡോക്ടർക്ക് മാത്രമേ അത് ഡോക്ടറിനോ ഒരു ന്യൂറോ സർജനോ അല്ലെങ്കിൽ അതിൽ സ്പൈനൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഓർത്തോപെഡിക് സർജനോ മാത്രമേ അതിൻ്റെ അഡ്വൈസ് കൊടുക്കാൻ. ദാറ്റ്സ് എ റിയാലിറ്റി. ഇപ്പോൾ നടുവേദനയുടെ ഒരു ഏകദേശം നടുവേദന, കഴുത്തുവേദന, ഈ 2 കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. ആദ്യം ചെറിയ വേദനയായിട്ട് വരുന്നു, അത് ഒരു കൈകാലുകളിലേക്കുള്ള കഴപ്പാവുന്നു, പിന്നെ അത് തരിപ്പാവുന്നു, പിന്നെ വീക്ക്നെസ് ആവും. ഇതാണ് അതിന്റെ ആ പ്രോസസ്. ലോങ് ടേം പ്രോസസ് ആണത്. കുറെ നാളുകൾ എടുത്താ ചെയ്യുന്നത്. പക്ഷേ ചിലർക്ക് ഫാസ്റ്റ് ആയിട്ട് അത് വരുന്നു, പെട്ടെന്ന് ഇതാവും. അപ്പൊ ആ ഇനിഷ്യൽ വേദന പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ തിരിച്ചറിയുക. ടൈം ഓഫ് ആക്ഷൻ ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. തിരിച്ചറിയാം നിങ്ങളുടെ കഴുത്തിന് സൈഡിലുള്ള മസിൽസ് വീക്കാണെന്നും നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ഡിസ്കിനുള്ള തുറക്കമാണെന്നും ഐഡന്റിഫൈ ചെയ്യാം, ഡയഗ്നോസിസ് ചെയ്യാം. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേജിൽ കാണുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എക്സസൈസ് കൊണ്ട് മാത്രം നിർത്താൻ പറ്റും. ഇനിഷ്യൽ പെയിൻ അറ്റ് ദ സ്പൈൻ ക്യാൻ ബി ക്ലിയർലി കൺട്രോൾഡ് വിത്ത് എക്സസൈസ്. പേഴ്സണലി വീട്ടിൽ ചെയ്യാവുന്ന ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് 10 മിനിറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് 10 മിനിറ്റ് ചെയ്യാവുന്ന എക്സസൈസേ ഉള്ളൂ. അതെന്തിന് ചെറുതായിട്ടൊന്ന് നീന്താൻ പോയാൽ തീരാവുന്ന പ്രശ്നമേ കാണത്തുള്ളൂ. ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസ് പറഞ്ഞാണ്, ഒന്ന് നീന്തി തീരേണ്ട പ്രശ്നമാണ് നിങ്ങൾ ഇത് ഇത്രയും ലെവലിൽ കൊണ്ട്. അപ്പം പറയും നീന്തൽ ഇവിടെ പോയി നീന്താൻ സാർ. എളുപ്പം കാണിക്കാവുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴുത്തിന് വേദനയുണ്ട്, ഇതിന്റെ എക്സസൈസ് ഒന്ന് പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാം. പക്ഷെ അപ്പോഴും ഞാൻ സാറിൻ്റെ ഇത് പറയുന്നു, സാറിന്റെ കഴുത്ത് വേദനയുടെ കാരണം എനിക്കറിയില്ല. എന്നാലും ഒരു ഇഫ് ഇറ്റ് ഈസ് എ ഡിസ്ക് ബൾജ് അറ്റ് C4-5 C5 C6 കഴുത്ത് വേദനയുണ്ട്, ചെറിയൊരു കഴപ്പും ഇങ്ങോട്ടും, അപ്പൊ നെർവ് ഇറിറ്റേഷൻ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കാം. എപ്പോഴും കഴപ്പുണ്ടെന്ന് പറഞ്ഞ നെർവ് ഇറിറ്റേഷൻ ആണെന്ന് വിചാരിക്കണ്ട. മസിൽ സ്പാസം ആയിരിക്കും, മസിൽ ട്രപ്പീസിയൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ സിംറ്റംസ് ആയിരിക്കും. എനിവേ ഇഫ് യു ഹാവ് എ നെക്ക് പെയിൻ ഇഷ്യൂ, ദ ബേസിക് എക്സസൈസ് ഈസ് ഐസോമെട്രിക് നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ്. അങ്ങനൊന്നും പറയാതെ ഒന്നുമില്ല സാർ. ഈ കഴുത്തിനെ 4 സൈഡിൽ നിന്ന് ബലപ്പെടുത്തുക, കയ്യെ ബാക്കിലോട്ട് അമർത്തി തലയെ മുന്നോട്ട് പ്രസ് ചെയ്യിപ്പിക്കുക, അപ്പോൾ കഴുത്ത് സ്ട്രെയിറ്റ്. തല മുന്നോട്ട് പ്രസ് ചെയ്യുക, കഴുത്ത് നെഗറ്റീവ് പ്രഷർ അങ്ങോട്ട് കൊടുക്കുക, ഓപ്പോസിറ്റ് പ്രഷർ കൊടുക്കുക. One this, second is this one, third is this one, and fourth is this one. 4 കോളത്തിനെയും ഇത്രയും ചെയ്യുന്നത് പല്ല് തേക്കുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കളിച്ചോണ്ടാണെങ്കിൽ എന്റെ പേഷ്യന്റ് ഇത് പറയുന്നത്, പല്ല് തേക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തോളൂ. രാവിലെ എണ്ണിച്ചിരുന്ന് ബെഡിൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സിമ്പിൾ.
ഇതേ സിംപ്ലിസിറ്റിയിൽ നടുവിൻ്റെ എക്സസൈസ് നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ കിടന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് ടിപ്സ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പ്രേക്ഷകർ ഇങ്ങനെ ഇത്രയും വലിയൊരു ഡോക്ടർ ഡോണ്ട് ബി മിസ്ഗൈഡഡ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഡിജിറ്റൽ മീഡിയയിൽ ഡിജിറ്റൽ വേൾഡിൽ ഇറ്റ്സ് ആൻ ഇൻഫർമേറ്റീവ് വേൾഡ് റൈറ്റ്. എല്ലാവർക്കും ഇൻഫർമേഷൻ ബൈ ഹാൻഡ് കിട്ടുകയാണ്. അപ്പോൾ അവിടെ നടുവേദനമാണോ നിങ്ങൾ എക്സസൈസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യം ഇതിങ്ങനെ ചെയ്തു തുടങ്ങുക എന്നുള്ളതല്ല. നടുവേദന നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എന്തുകൊണ്ട് യു ഷുഡ് നോ വാട്ട് ഈസ് എ കോസ്. ഇറ്റ് ക്യാൻ ബി ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ എലിമെന്റ് ആയിരിക്കും, ചിലപ്പോൾ കിടക്കുന്ന മെത്തയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, ഇരിക്കുന്ന കസേരയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം. പ്രശ്നം തീരും. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രശ്നത്തിന് നമ്മൾ എന്തിനാ ഈ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്? സോ ഡയഗ്നോസിസ് ഇസ് റിയലി ഗുഡ്. കാരണം അപ്പം നിങ്ങളുടെ പെയിൻ പാറ്റേൺ വ്യക്തമായി നിങ്ങളെ ക്ലിനീഷ്യൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടും. രാവിലെ ഉറക്കം എണീക്കും അരമണിക്കൂർ വേദനയുള്ളൂ, പിന്നെ എനിക്ക് വേദന ഇല്ല സാറേ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഐഡന്റിഫൈ ദ ബെഡ് വിച്ച് ഷീ ഈസ് ലൈയിങ് ഓർ ഹീ ഈസ് ലൈയിങ് ആസ് എ പ്രോബ്ലം. ഫസ്റ്റ് നമുക്ക് അതൊന്നും ചെയ്ത് നോക്കാമല്ലോ. ഇപ്പോഴത്തെ ബെഡ് എന്ന് പറഞ്ഞാൽ അത് തിരിച്ചിട്ടാൽ അടിവശം ഒരു കട്ടിയുള്ള പ്രതലമാണ്. അതിന് മേലെ ഒരു കമ്പിളിയും കൂടെ പിടിച്ചിട്ട് കിടന്നാൽ പോലും ഈ കംപ്രഷൻ അത് അതിന് പകരം തറയിലിറങ്ങി ഞാൻ കിടക്കും. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ തറയിൽ കിടക്കാന്ന് പറഞ്ഞാൽ ഇന്ന് കജാരിയുടെ ടൈലാണ് കിടക്കുന്നത്. തണുത്തു പോകും. അത് നമുക്ക് വേറെ പ്രശ്നങ്ങൾ, ഇൻഫോർമേറ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇറ്റ്സ് റിയൽ ഇൻഫോർമേറ്റീവ് ടോക്ക്. എനിക്ക് തോന്നുന്നത് നടുവേദനയുണ്ട് എന്തോ ഇത്രയധികം പറയാനിരിക്കുന്നുള്ളതായിരിക്കും ഇത് ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ ഒരു വിഷയം ചിന്തിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോക്ക്. ഈ നടുവെന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ഒരു സംഭവം ഉണ്ടാണ് ഈ നിന്ന് രണ്ട് വർത്താനം നമുക്ക് പറയാൻ പറ്റും. നട്ടലുണ്ടെന്ന് ആ നട്ടല് ശരിക്കും പറഞ്ഞാൽ കഴുത്തിൽ ഒരു 7 എണ്ണവും നടുഭാഗത്ത് ഒരു 12 എണ്ണവും താഴെ ഒരു 5 എണ്ണം കൃത്യമായ അളവിൽ അത് ദൈവം നമുക്ക് തന്നിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൂട്ടിയിടിക്കാൻ വേണ്ടി ഒരു സ്പോഞ്ചും, അതാണ് ഡിസ്ക്. അപ്പോൾ ഈ കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടിയും ഷോക്ക് അബ്സോർബിങ് എഫക്റ്റിന് വേണ്ടിയും തന്നിരിക്കുന്നതാണ് ഡിസ്ക്. പക്ഷെ അതിൻ്റെ തൊട്ട് പുറകിൽ കൂടെ പോകുന്ന നാഡീഞരമ്പും അതിൻ്റെ ശിഖരങ്ങളും ഉണ്ടായതുകൊണ്ടാണ് നമ്മളിത് വൾണറബിൾ ആവുന്നത്. ഓക്കെ മനസ്സിലായി. അപ്പം മേക്ക് യുവർ ബാക്ക് സ്ട്രോങ്. സ്ട്രോങ് ടീത്ത് ആൻഡ് സ്ട്രോങ് ബാക്ക്. അത് കുട്ടികൾക്ക് ഉൾപ്പെടെ സ്കൂളുകളിൽ നിന്നുള്ള ഡ്രില്ലിംഗ് തുടങ്ങണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നടുവേദനക്കാരനായിട്ട് നമുക്ക് ജീവിക്കേണ്ട വരത്തില്ല. 13-14 ഇയേഴ്സ് ഉള്ള കുട്ടികൾ നടുവേദനയായിട്ട് വരുമ്പോൾ പറയുന്ന പേരൻസിനും കാണുന്ന ഡോക്ടേഴ്സിനും പ്രശ്നമാണ്. പിന്നെ ഡോക്ടറിന് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഒരു 11 വയസ്സുകാരൻ വന്ന് നടുവേദന എന്ന് പറയുമ്പോൾ എന്ത് റിസ്ക് എടുക്കും? അടുത്തൊരു MRI എടുത്ത് നോക്കാനേ അവന് പറ്റുള്ളൂ. ഞാൻ വളരെ സിൻസിയറായിട്ട് ചോദിച്ചോട്ടെ, ഇങ്ങനെ വേദനയായിട്ട് വരുന്നവർക്ക് പെയിൻ കില്ലർ എഴുതാറുണ്ടോ? സർ, ഇറ്റ്സ് അബൌട്ട് ദ ഡിമാൻഡ് ഓഫ് ദ പേഷ്യൻറ്റ്. ഞാൻ വേദന സംഹാരം എഴുതിയില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ എഴുതിയെന്നിരിക്കും. പക്ഷെ പോയി വേറെ മേടിക്കും. ഇറ്റ്സ് എ ഡിമാൻഡ്. വേദനയ്ക്ക് പ്രശ്നം. ഇപ്പം ഞാൻ വേദനയുണ്ട്, നിങ്ങൾ കുറച്ച് ദിവസം എക്സസൈസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വേദനയായിട്ടല്ലേ വന്നത്, എക്സസൈസ് ആണെങ്കിൽ ഞാൻ ജിമ്മിൽ പോകേണ്ടതില്ലേ എന്ന് ചോദിക്കുന്ന പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ടു ആൻ എക്സ്റ്റെന്റ് ലിമിറ്റഡ് എമൗണ്ട് ആ പെയിനെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേദന സംഹാരങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റില്ല. അമിതമാവാൻ പാടില്ല. ടേക്കിംഗ് എ ഷോർട്ട് ഡോസ് ഓഫ് പെയിൻ കില്ലേഴ്സ് നത്തിങ് വിൽ ഹാപ്പൻ ടു യുവർ ബോഡി. ട്രീറ്റ്മെന്റ് വേണ്ട. ചില പെയിൻ കില്ലേഴ്സ് നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. കാരണം നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന പെയിൻ റിലീവർ ആണോ അത് നമുക്ക് അറിയണമല്ലോ. കിഡ്നി ഡാമേജും ഒബ്വിയസ്ലി നമ്മളെ കോമോബിലിറ്റി. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാളാണ്, അദ്ദേഹത്തിന് ചുമ്മാ എന്തിനാ ഒരു ഇൻസൾട്ട് വീണ്ടും കൊടുക്കുന്ന ഒരു കുഞ്ഞ് വരികയാണ്, അവന് ആസ്മറ്റിക് ഹിസ്റ്ററി ഉള്ളതാണ്, അവന് NSAID ചിലപ്പോൾ അത് ട്രിഗർ ചെയ്തേക്കാം. പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. സോ അല്ല, അത് ഞാൻ പറഞ്ഞത് ഓവർ ദ കൗണ്ടർ പോയി പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്കുന്ന വലിയൊരു പ്രവണതയുണ്ട്. അതിൽ ഫെയിൽ ആകുമ്പോഴാണ് പലപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് വരുന്നത്. അത് ആ നടുവേദന മാറ്റുന്നത് മാത്രമല്ല അന്നേരം ചെയ്യുന്ന വേറെ ഓർഗനും കൂടെ നശിപ്പിക്കാനുള്ള സാധ്യത. അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂരിഭാഗത്തിനും ആ ഒരു പെയിൻ റിലീവർ കൊണ്ട് ഒരു റിലീവിംഗ് കിട്ടുന്നത് കൊണ്ട് ഇറ്റ് ബിക്കംസ് എ പ്രാക്ടീസ് ആവും. അതൊരു പ്രാക്ടീസ് ആവും. അതുകൊണ്ട് അവർ പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കും. ഇതില് നമ്മളിപ്പോൾ പറഞ്ഞത് നടുവിന്റെ വേദനയെക്കുറിച്ചും ഒരുപാട് സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റ് പാറ്റേൺ വേറെയാണ്. അത് ഫിസിയോതെറാപ്പി കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം. അതിന് സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് സ്ട്രെങ്തൻ യുവർ മസിൽ അല്ലേ? ഇന്ന് മുതൽ ഈ മസിൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള സംഗതികൾ ചെയ്യാം. അത് എന്തൊക്കെ എക്സസൈസ് ചെയ്യണമെന്നും സ്കൂൾ തലങ്ങളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഡ്രിൽ എന്ന് പറഞ്ഞ് പണ്ട് നമുക്ക് ഒരു പീരീഡ് കിട്ടിയിരുന്നതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഡ്രില്ലിൽ ഫുട്ബോൾ കളിക്കാനാണ് കുട്ടികൾ ഓടുന്നത്. പക്ഷെ ഡ്രിൽ എന്ന് പറയുന്നത് അതല്ല. അത് ഇങ്ങനെയുള്ള കുറച്ച് എക്സസൈസ് നമ്മളെ PT മാഷ് പണ്ട് നമ്മളെ പഠിപ്പിച്ച എക്സസൈസുകളായിരിക്കും. അതിന് കുറച്ചും കൂടെ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും അല്ലേ? ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ അടുത്തുള്ള ഓർത്തോപെഡിഷനോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനടുത്ത് പോവുക. എൻ്റെ ബാക്ക് മസിൽ എനിക്ക് ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് വെക്കണം, എനിക്ക് നടുവേദന കൊണ്ട് ജീവിക്കേണ്ട, ലൈഫിൽ നല്ല നടുവേദന വരുന്നതിന് മുമ്പ് തുടങ്ങേണ്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പോയി ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടറുടെ ഏറ്റവും വലിയ ഒരു മെസ്സേജ് ഇതിനകത്ത് എനിക്ക് വളരെ
ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിരുന്നു. എന്താണ് ഡിസ്ക് എന്നുള്ള ഇപ്പോൾ ഒരു ഐഡിയ ആയി. അതിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഒരു സംഭവം പൊട്ടി പുറത്തേക്ക് വരുന്ന ആ ഒരു സ്റ്റേജസൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതൊരു നടുവേദന വന്ന് സിവിയർ ആവുന്നതിന് ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ, ഈ വേദന ഉള്ള സമയത്ത് എക്സസൈസ് ചെയ്യാമോ? See, when the body is having a sign, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ വേദന വരുന്നത്. അപ്പോൾ അതിന് എക്സസൈസിന് കൂടെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ആയിരിക്കും അവിടെ ആ പെയിന് കൊടുക്കാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി പെയിൻ റിലീവിങ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എക്സസൈസിൽ, ഉദാഹരണത്തിന് ഫിസിയോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഒരു ഇനിഷ്യൽ ഫിസിയോതെറാപ്പി വിത്ത് മൈൽഡ് NSAID ഈ വേദന സംഹാരങ്ങൾ കൊടുത്ത് വേദന ഒന്ന് കുറച്ചതിന് ശേഷം ഡയഗ്നോസിസ് വ്യക്തമാക്കി അതിന് എക്സസൈസ് അനുയോജ്യമാണ് എങ്കിൽ ദെൻ യു സ്റ്റാർട്ട് ഓൺ വിത്ത് എക്സസൈസസ് യു ക്യാൻ പ്രൂവ്. പിന്നെ ഈ എക്സസൈസ് തുടങ്ങുമ്പോൾ 3 മാസം തുടങ്ങി നിർത്തരുത്. ഇറ്റ് ഷുഡ് ബി റുട്ടീൻ. ശരീരത്തിന് ആവശ്യമാവുന്ന ഒരു സാധനമാണ് എന്ന് മനസ്സിലാക്കി തന്നെ കൊണ്ടുപോകണം. എത്രത്തോളം മസിൽ ബാക്കിലെ മസിൽ സ്ട്രെങ്ത് ആവുന്നോ അത്രത്തോളം നിങ്ങളുടെ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. നമ്മൾ ഡെയിലി നടക്കുന്നില്ലേ, അതേപോലെ ഒരു എക്സസൈസ്. ഓക്കെ. അപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, വൈബ്രേഷനുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് നേരം ഇരിക്കുന്നവരുണ്ട്. അതാണല്ലോ കൂടുതൽ. സിറ്റിംഗ് ജോബ് അല്ലേ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ സിറ്റിംഗ് ഇറ്റ് സെൽഫ് ഡാമേജസ് യുവർ സ്പൈൻ. നമ്മുടെ സ്പൈനെ ഡാമേജ് ചെയ്യുന്ന ലോങ് സ്റ്റാൻഡിങ് സിറ്റിംഗ് തന്നെ ഒരു വലിയ ഒരു ഇഷ്യൂ ആണ്. നമ്മൾ എത്രമാത്രം എണ്ണിച്ച് നടക്കാറുണ്ട്. അവിടെ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ചെയ്ത് മണിക്കൂറോളം ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പറയപ്പെടുന്നത്. എവറി 30 minutes ഓർ സംതിങ് 20 minutes you automatically change your posture. പല സ്ഥാപനങ്ങളും എണീറ്റ് നിൽക്കണം, വാക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രൊമോഷൻസ് പല സ്ഥാപനങ്ങളും ഫുഡ് കഴിക്കുന്നിടത്ത് ചെയറില്ല, അതെ ടേബിൾ ഇട്ടിരിക്കും. നിന്നുകൊണ്ടാണ് അവരുടെ എംപ്ലോയീസ് അത്രയും നേരമെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നിൽക്കുകയും. ഐ ഹാവ് സീൻ IT പ്രൊഫഷണൽസ് ഇൻ ബിറ്റ്വീൻ ചെറിയ സൂംബോ ഡാൻസിങ് എല്ലാം ചെയ്യുന്ന സെന്റേഴ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വർക്ക് റിക്രിയേഷൻ കണക്ക് വരും, കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ഇൻഫോർമേറ്റീവ് ആണ്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ പറഞ്ഞ ആ പോയിന്റ്സിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയി സ്റ്റാർട്ട് ചെയ്തോളൂ. സോ ദാറ്റ് ഞങ്ങളിലേക്ക് അധികം എത്താത്ത MRI ഒന്നും അധികം ചെയ്യേണ്ട വരാതെ എക്സ്പെൻസ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഹാർഡ് ഏൺ മണി അങ്ങനെ പോവാതെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ തന്നെ മേക്ക് ദം ഡു സം ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്. അതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയതോളം സ്വിമ്മിങ് ഭയങ്കര നല്ലതാണെന്ന്. ഭയങ്കര നല്ലതാണ്. കുഞ്ഞുങ്ങളെ തൊട്ടടുത്ത് ഇപ്പോൾ സ്വിമ്മിങ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവരൊരു ലൈഫ് സേവിങ് സംഗതിയാണ്. എവിടെയെങ്കിലും വീണ് പോയാൽ രക്ഷപ്പെടും. അവർക്ക് വേറെ ആരെങ്കിലും രക്ഷപ്പെടുത്താനും പറ്റും. പിന്നെ ഒരു മാനസിക ഉല്ലാസത്തിനും സ്വിമ്മിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെള്ളത്തിൽ കിടക്കുമ്പോൾ ലോകത്തിന്റെ വേറെ ഒരു കാര്യവും നമ്മൾ ചിന്തിക്കില്ല, മുങ്ങോ എന്നുള്ള പേര് മാത്രമേ. എക്സാക്ട്ലി. സോ അതും ഒരു ടിപ്പായിട്ട് എടുത്തോ. സ്വിമ്മിങ് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ അവിടെ വെച്ചിട്ട് പൈസ കൊടുത്തായാലും സ്വിമ്മിങ് ചെയ്യുക. അത് ബാക്ക് മസിൽ സ്ട്രെങ്തൻ ചെയ്യും, മാനസിക ഉല്ലാസം ഉണ്ടാക്കും. അതിലൂടെ അവൻ നല്ലൊരു ട്രബിൾ ഫ്രീ ആയിട്ടൊരു ആൾക്കാരെ പഠിപ്പിച്ച് വലിയ ആളാവുന്നതിലൊന്നും അല്ല, ഹെൽത്തി ആയിട്ടൊരാളാക്കുന്നതിലും കൂടെ നമ്മുടെ പേരൻസ് ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ഡോക്ടർ മേജിന് വളരെ നന്ദി. താങ്ക് യു.